ഫെർട്ടൈൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്രഗ് അബ്സോർപ്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഫാർമക്കോകൈനറ്റിക്സിൻ്റെ. ഫസ്റ്റ്, എന്താണ് ഡ്രഗ് അബ്സോർപ്ഷൻ? ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ സൈറ്റിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് എഫക്റ്റ്, നമുക്കിപ്പോൾ ഒരു ആ മരുന്നിൻ്റെ എഫക്റ്റ്, ഇപ്പോൾ നമ്മളൊരു പനിക്ക് ഒരു മെഡിസിൻ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ പാരസെറ്റമോൾ നമ്മൾ കഴിച്ചു, അതിൻ്റെ എഫക്ട്സ് അതായത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യണം, അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണം. ദ റേറ്റ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഡിപ്പെൻഡ് ഓൺ സെവറൽ അതായത് ഇപ്പോൾ ഈ അബ്സോർപ്ഷന് കുറേ ഫിസിയോളജിക്കൽ അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് നോക്കി നോക്കാം. നമുക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? മെയിൻലി 15 ഫാക്ടേഴ്സാണുള്ളത്. ഫസ്റ്റ് വൺ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സർഫസ് ഏരിയ, ബ്ലഡ് ഫ്ലോ, ലിപ്പിഡ് സൊലബിലിറ്റി, pH ആൻഡ് അയണൈസേഷൻ, gastric emptying, intestinal motility, presence of food, dosage form, particle size, drug concentration, first pass metabolism, disease conditions, drug interactions, age. നമുക്കിനി ഓരോ ഫാക്ടേഴ്സും നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓരോ ഡ്രഗ് ഡിഫറെൻറ്റ് റൂട്ട്സ് നമ്മൾ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. ഡിഫറെൻറ്റ് റൂട്ട്സ് ഡിഫറെൻറ്റ് അബ്സോർപ്ഷൻസ് ആയിട്ടാണ് കാണിക്കുക. IV റൂട്ടാണ് ഇമ്മീഡിയറ്റ് എഫക്ട്സ്, ബിക്കോസ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്രഗ് ഡയറക്റ്റ്ലി ബ്ലഡിലോട്ട്. ഇപ്പോൾ IV റൂട്ട് ഇമ്മീഡിയറ്റ് എഫക്റ്റ്, നമുക്കിപ്പോൾ ഒരു പനി വന്ന് നമുക്ക് ക്ഷീണം വന്ന് നമ്മൾ ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അഡ്മിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡെക്സ്ട്രോസ് ഇഞ്ചക്ഷൻ എടുക്കും, IV ക്യാനുലയൊക്കെ ഇടും, IV ഫ്ലൂയിഡ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ്, പെട്ടെന്ന് നമുക്കൊരു റിലീഫ് കിട്ടും. എന്തുകൊണ്ടാണ് ഇത് നേരിട്ട് ബ്ലഡിലേക്ക് തന്നെ എൻട്രി ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കും. ഓറൽ ഡ്രഗ്സ് IV റൂട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോലിയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഇൻട്രാവീനസ്, നമ്മൾ വെയിനിലൂടെ ബോഡിയിലോട്ട് എൻട്രി ഉണ്ട്. സെക്കൻഡ് വൺ ഇൻട്രാ മസ്കുലാർ, മസിൽസിൻ്റെ ഉള്ളിലോട്ടുള്ളത്. സബ് ക്യൂട്ടീൻ, നമ്മുടെ സ്കിന്നിൻ്റെ ഇതിൽ വരുന്നത്. പിന്നെ ഓറൽ റൂട്ടാണ്, ലാസ്റ്റാണ് ഓറൽ റൂട്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ സർഫസ് ഏരിയ കൂടിയാൽ അബ്സോർപ്ഷനും കൂടും. ഇപ്പം നമ്മളെ സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ എന്തുണ്ട് നമുക്കറിയാം, മൈക്രോവില്ലി ഉണ്ട്, വില്ലിയൊക്കെ ഉണ്ട്. ഇതെന്താണ്, നമ്മൾ അബ്സോർപ്ഷനെ കൂട്ടും. ഡൈജഷൻ ആണെന്ന് നമ്മൾ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന അബ്സോർപ്ഷൻ ആണെങ്കിലും ശരി, ഡ്രഗ്സിൻ്റെ അബ്സോർപ്ഷൻ ആണെങ്കിലും ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യും. ന്യൂട്രിയൻസൊക്കെ നമ്മൾ ബോഡിക്ക് അബ്സോർബ് ചെയ്യുന്നത് ഒക്കെ എന്താ പറയുക, സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ ഇൻക്രീസ് ചെയ്യും. മോസ്റ്റ് ഡ്രഗ്സ് ഇപ്പോൾ ഇങ്ങനെ ഈ സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ഡ്രഗ്സും നമ്മൾ സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ് നമ്മൾ ബ്ലഡിലോട്ട് അബ്സോർബ് ആവുക. നെക്സ്റ്റ് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ. നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ട് നോട്ടിക്കോ, നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കൂടും. അതായത് ഈ നമ്മളെ ബ്ലഡ് നല്ല ഫ്ലോയിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അബ്സോർബ്ഡ് ഡ്രഗിന് എന്ത് ചെയ്യും, അവിടുന്ന് ക്വിക്കലി മൂവ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മളെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തു, ആ സമയത്ത് ഡ്രഗ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്, പിന്നെ അവിടെ ലോ കോൺസെൻട്രേഷനാണ് വരിക. അപ്പോൾ എന്താണ്, പെട്ടെന്ന് നമുക്ക് ഡ്രഗ് ബ്ലഡിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും, ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ, നമ്മൾ മസിൽസിലാണ് ഡ്രഗ്സ് ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യുക ദാൻ ഫാറ്റി ടിഷ്യൂസിൽ. നമ്മൾ പറഞ്ഞ ഇൻട്രാ മസ്കുലാറിൻ്റെ അബ്സോർപ്ഷൻ. നെക്സ്റ്റ് ലിപ്പിഡ് സൊലബിലിറ്റി. ലിപ്പിഡ് സൊലബിൾ ഡ്രഗ്സ് ക്രോസ് സെൽ മെംബ്രെയിൻ ഈസിലി. വാട്ടർ സൊലബിൾ ഡ്രഗ്സ്, അതായത് നമ്മളെ സെൽ മെംബ്രെയിൻ നമുക്കറിയാം ലിപ്പിഡ് ബൈലെയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ്പിഡ് ഡ്രഗ്സിന് ഈസിലി സെൽ മെംബ്രെയിൻസ് ക്രോസ് ചെയ്യാൻ കഴിയും. വാട്ടർ സൊലബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സ്ലോലിയാണ് അബ്സോർബ് ചെയ്യുന്നത്. കാരണം വാട്ടർ സൊലബിൾ ഡ്രഗ്സ് ലിപ്പിഡ് ബൈലെയർ അല്ലേ, അപ്പോൾ അത് ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും. ഒരു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ക്യാരിയർ ട്രാൻസ്പോർട്ട്, എൻഡോസൈറ്റോസിസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇതുവഴിയാണ് ഇത് അബ്സോർബ് ചെയ്യുക. ഇത് പാസീവ് ഡിഫ്യൂഷൻ വഴി തന്നെ ലിപ്പിഡ് സൊലബിൾ ഡ്രഗ്സിന് മെയിൻലി അബ്സോർബ് ചെയ്യാൻ കഴിയും. ഹയർ ലിപ്പിഡ് സൊലബിലിറ്റി ഉണ്ടാകുമ്പോൾ എന്താണ്, ഫാസ്റ്റർ അബ്സോർപ്ഷൻ നടക്കും. നെക്സ്റ്റ് pH ആൻഡ് അയണൈസേഷൻ. അൺഅയണൈസ്ഡ് ഡ്രഗ്സ് ആണ് അയണൈസ്ഡ് ഡ്രഗിൻ്റെക്കാളും അബ്സോർപ്ഷൻ നടക്കുക. അസിഡിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞത് അസിഡിക് മീഡിയത്തിൽ അത് അൺഅയണൈസ്ഡ് ഫോമിലും ബേസിക് മീഡിയത്തിൽ അത്
അയോണൈസ്ഡ് ഫോമിലാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ അസിഡിക് ഡ്രഗ്സ് അസിഡിക് മീഡിയ ആണ് ഇവിടെ നമ്മളെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ അല്ലേ അവിടെ pH അസിഡിക് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ബെറ്റർ ആയിട്ട് അബ്സോർബ് ചെയ്യും. ബേസിക് ഡ്രഗ്സ് ഇതേപോലെ തന്നെ ബേസിക് മീഡിയത്തിലാണെങ്കിൽ അത് അൺഅയണൈസ്ഡ് ഫോമിലും അസിഡിക് മീഡിയത്തിലാണ് അത് അയണൈസ്ഡ് ഫോമിലാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്നാണ് അത് ബേസിക് മീഡിയ ആണ്. അതുകൊണ്ട് അൺഅയണൈസ്ഡ് ഫോമിൽ ബേസിക് ഡ്രഗ്സ് ബെറ്ററായിട്ട് അബ്സോർബ് ചെയ്യുക ബേസിക് മീഡിയ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. ഫാസ്റ്റർ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഇൻക്രീസസ് അബ്സോർപ്ഷൻ റേറ്റ്. ഡിലേഡ് അതായത് നമ്മൾ ഫാസ്റ്റായിട്ട് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അബ്സോർപ്ഷൻ റേറ്റും ഇൻക്രീസ് ചെയ്യും. ഡിലേ ചെയ്ത് അതായത് നമ്മൾ ഡിലേഡ് ആയിട്ടുള്ള എംപ്റ്റിങ് ആണെന്നുണ്ടെങ്കിൽ ഡ്രഗ് അബ്സോർപ്ഷൻ ഡിലേ. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഡിലേ ആവുക? നമുക്കൊരു ഡിസീസ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസീസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡിലേ ആവും. അതുപോലെ തന്നെ ഫാറ്റി ഫുഡ് ഐറ്റംസ്, നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഡൈജഷന് ഡിലേ ആവും, ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഒക്കെ ഡിലേ ആവും. ഇനി ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി. ഇൻക്രീസ്ഡ് മോട്ടിലിറ്റി ഡിക്രീസസ് അബ്സോർപ്ഷൻ ഡ്യൂ ടു ലെസ് കോണ്ടാക്റ്റം. മോട്ടിലിറ്റി കൂടിക്കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കുറയുക ചെയ്യുക. ഓക്കെ, ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ലെസ് കോണ്ടാക്ട് ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അബ്സോർബ് ചെയ്യാനൊരു ടൈം കിട്ടില്ല. മോട്ടിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അബ്സോർപ്ഷന് കൂടും. നെക്സ്റ്റ് പ്രസൻസ് ഓഫ് ഫുഡ്. ഫുഡ് ക്യാൻ ഡിലേ അല്ലെങ്കിൽ റെഡ്യൂസ് അബ്സോർപ്ഷൻ. സം ഡ്രഗ്സ് എന്ത് ചെയ്യും ബെറ്റർ ഫുഡുമായിട്ട് ഇതാകുമ്പോൾ ബെറ്ററായിട്ട് അബ്സോർബ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെട്രാസൈക്കിളിൻ്റെ അബ്സോർപ്ഷൻ മിൽക്കും അതായത് മിൽക്ക് ടെട്രാസൈക്കിളിനായിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് അബ്സോർപ്ഷൻ കുറക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ടീ ഒക്കെ സം ഡ്രഗ്സിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ കൂട്ടുക ചെയ്യുക. നമ്മളിപ്പോൾ മെഡിസിൻ്റെ ഒരു ടീ കുടിക്കുന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷന് കൂട്ടും, അല്ലെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള നമ്മളെ കോഫി ടീ ഇതൊക്കെ. നെക്സ്റ്റ് ഡോസേജ് ഫോം. നമുക്കറിയാം സൊല്യൂഷൻ ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ഓറൽ റൂട്ടിൽ വരുന്നതാ. ബട്ട് സൊല്യൂഷനാകുമ്പോൾ അബ്സോർപ്ഷൻ റേറ്റ് കൂടും, സസ്പെൻഷൻ്റെയൊക്കെയും ക്യാപ്സ്യൂളിൻ്റെയൊക്കെയും ടാബ്ലറ്റിൻ്റെയൊക്കെയും. എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ഡോസേജ് ഫോംസ് ഫാസ്റ്റായിട്ട് അബ്സോർബ് ബിക്കോസ് അതെന്താണ് പെട്ടെന്ന് ഡിസോൾവ് ആവും. ലിക്വിഡ് ആകുമ്പോൾ ഇപ്പോൾ സൊല്യൂഷൻ ആകുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന്, സസ്പെൻഷൻ ആകുമ്പോൾ കുറച്ച് തിക്ക് ഫോമിലല്ല കാരണം അപ്പോൾ കുറച്ചും എന്താ പറയുക ഡിസോൾവേഷൻ കുറയും. പിന്നെ ക്യാപ്സ്യൂളിനാണ് പിന്നെ ഉള്ളത്, പിന്നെ ടാബ്ലറ്റിന്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സിൽ നമ്മൾ കല്ലുപ്പ് ഇട്ട് ഒരു ഗ്ലാസ്സിൽ സാദാ ഉപ്പ് ഇട്ടു, പൊടിയുപ്പ് ഇട്ടു. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ കല്ലുപ്പ് കുറേ ടൈം എടുത്തിട്ടല്ലേ വെള്ളത്തിൽ അലിയുക, ഡിസോൾവ് ആവുക. പൊടിയുപ്പാകുമ്പോൾ പെട്ടെന്ന് ഡിസോൾവ്. അതേ കേസിനാണ് മെഡിസിൻസിലും നമ്മൾ ബോഡിയിൽ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ വരിക. സ്മാൾ പാർട്ടിക്കിൾസ് ആണെങ്കിൽ പെട്ടെന്ന് ഡിസോൾവ് ആവും. അപ്പോൾ എന്താ പറയുക, അതുപോലെ തന്നെ സ്മാൾ പാർട്ടിക്കിൾസ് ആണെങ്കിൽ സർഫസ് ഏരിയ കൂടും, അതുപോലെ തന്നെ അബ്സോർപ്ഷനും കൂടും. നെക്സ്റ്റ് ഡ്രഗ് കോൺസെൻട്രേഷൻ. ഡ്രഗ് കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ഡിഫ്യൂഷൻ. നല്ല കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ ഡിഫ്യൂഷൻ കൂട്ടും, ആദ്യം അബ്സോർപ്ഷൻ റേറ്റും. നല്ല കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് വരണമെങ്കിൽ എന്താണ് ഹൈ കോൺസെൻട്രേഷൻ വേണം ഡ്രഗിന് അല്ലേ. ഫസ്റ്റ് ക്ലാസ് മെറ്റബോളിസം. ഫസ്റ്റ് ക്ലാസ് മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് സ്ട്രീമിലോട്ട് എൻ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ നടക്കുന്ന എന്താണ് മെറ്റബോളിസമാണ്. ഇപ്പോൾ ഈ ഓറൽ ഡ്രഗ്സൊക്കെ നമ്മൾ ഓറലി പോകുമ്പോൾ അതിൻ്റെ മെറ്റബോളിസം നമ്മൾ ലിവറിൽ വെച്ച് നടക്കും. അതായത് നമ്മളെ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ഇതെന്ത് ചെയ്യും, ബയോ അവൈലബിലിറ്റി കുറക്കും. ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്രത്തോളം ഈ ഡ്രഗ് അൺചേഞ്ച്ഡ് ആയിട്ട് എത്തുന്നുണ്ട് ആ എമൗണ്ടാണ് എന്ത് ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നൈട്രോഗ്ലിസറിൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ലിവറിൽ ബ്ലഡ് സ്ട്രീം എത്തുന്നതിന് മുന്നേ ലിവറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അത് മെറ്റബോളിസം. അതുകൊണ്ട് തന്നെ എമൗണ്ടിൽ ഡിഫറൻസ് വരും. ഡിസീസ് കണ്ടീഷൻസ്. ഇപ്പോൾ നമുക്ക് വോമിറ്റിംഗ് നടക്കുമ്പോൾ അത് ഡ്രഗ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓറൽ റൂട്ടിൽ ഡ്രഗ് എടുത്ത് കഴിഞ്ഞാൽ അത് വോമിറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ എഫക്ട്സ് ഒന്നും കിട്ടില്ല, അബ്സോർപ്ഷൻ പോലും നടക്കില്ല. ഡയറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി കൂടുക ചെയ്യുക. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യില്ല, ഡ്രഗിന് നടക്കില്ല. മാൽ അബ്സോർപ്ഷൻസ് ഉണ്ട്, നമുക്ക് അബ്സോർപ്ഷൻ നടക്കാത്ത പ്രോബ്ലം വരുമ്പോൾ ഇത്
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡ്രഗ് ഇൻട്രാക്ഷൻസ് ആണ്. ഡ്രഗ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ സം ഡ്രഗ്സ് ഇൻറ്റർഫിയർ വിത്ത് അബ്സോർപ്ഷൻ ഓഫ് അതർ ഡ്രഗ്സ്. ചില ഡ്രഗ്സ് മറ്റുള്ള ഡ്രഗ്സിൻ്റെ ഇൻട്രാക്ഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ആൻറ്റാസിഡ്സ് എന്ത് ചെയ്യും, സർട്ടൻ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇതിനെ എഫക്റ്റ് ചെയ്യും, റെഡ്യൂസ് ചെയ്യും അബ്സോർപ്ഷനെ. നെക്സ്റ്റ് ഏജ് പറയുന്നത് ഇപ്പോൾ ഇൻഫൻസ്, നമ്മളൊരു ചെറിയ കുട്ടിക്ക് നമ്മൾ ഡ്രഗ് കൊടുക്കുമ്പോൾ സ്മാൾ ഡോസസേ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ പ്രായമായവർക്കും നമ്മൾ സ്മാൾ ഡോസാണ് കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് അറിയുമ്പോൾ അവർക്ക് എന്താ പറയുക, അവരെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റ് ഇമ്മെച്ചുറാണ്, അത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹൈ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിൽ അബ്സോർപ്ഷന് ബുദ്ധിമുട്ടാവും. പ്രായമായാലാണ് ഇത് റെഡ്യൂസ്ഡ് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഡ്രഗ് അബ്സോർപ്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മളിതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് അബ്സോർപ്ഷന് കുറേ ഫിസിയോളജിക്കലായിട്ടുള്ളതും ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടേഴ്സും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇതുവഴി നമ്മുടെ തെറാപ്യൂട്ടിക് എഫക്റ്റീവ്നെസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ താങ്ക് യു ആൾ. അപ്പോൾ എത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്